ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഒരാൾ റിക്കാർഡിലുണ്ടെങ്കിൽ അവനെ ഞാൻ രക്ഷപ്പെടുത്തുന്നതാണ്, നരകത്തിന് മോചിപ്പിക്കുമെന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട് എന്ന്. വഅന്നമൻ വഖഅ ഫീ ഫറതത്തിൻ വശിദ്ദത്തിൻ ഫല്യഖുൽ. ഒരു വളരെ പ്രയാസകരമായ കടത്തിലും ബുദ്ധിമുട്ടിലും ഒരാൾ അകപ്പെട്ടാൽ ഫല്യഖുൽ, അയാൾ പറഞ്ഞു കൊള്ളട്ടെ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അങ്ങനെ പറയന്നെ ദായിമായി 100 വട്ടം ചൊല്ലിയാൽ ദാരിദ്ര്യം ഒഴിവാവും. ബുദ്ധിമുട്ടിലാകപ്പെട്ട പിന്നെ എണ്ണം കണക്കാക്കണ്ട, ചൊല്ലന്നെ എപ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. വലാ ഹൗല വലാ ഖുവത, കടാണ് ബിസ്മില്ലാഹിർ, അതങ്ങനെ ചൊല്ലന്നെ. ഫഇന്നല്ലാഹ യസ്രിഫു ബിഹിമാ, ഈ 2 വാക്കുകൊണ്ടും അല്ലാഹു തആല തട്ടിത്തിരിക്കും മാഷാ മിൻ അൻവാഇൽ ബലായ, ബലാവ് മുസീബത്ത് മുഴുവനും അല്ലാഹു തആല ഈ 2 വാക്കുകൊണ്ട് തട്ടിത്തിരിച്ചു തരും. ഏതാ 2 വാക്ക്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. വഅന്നമൻ, ഒരാള് കാനത്ത് ലഹു ഹാജ ഇലല്ലാഹ്, അയാൾക്കൊരു വലിയ ആവശ്യം വന്നു, ഫൽയസ്മിൽ അർബിആ വൽ ഖമീസ വൽ ജുമുഅ. ഫഇദാ കാന യൗമുൽ ജുമുഅ, ജുമുഅ ദിവസം വന്നാൽ അതിരാവിലെ തന്നെ ശുദ്ധിയാക്കുക, അതിരാവിലെ തന്നെ വറാഹ ഇലൽ ജുമുഅ, ജുമുഅക്ക് പുറപ്പെടുക. വതസദ്ദഖ ബിസദഖത്തിൻ ഖല്ലത ഔ കസറത്ത്, ചെറുതോ വലുതോ ആയ അവന്റെ ത്വാക്കത്തനുസരിച്ച് ആ പോകുന്ന വഴിയിലും ജുമുഅയുടെ സ്ഥലത്തും വെച്ച് പോകുന്ന അവന്റെ ത്വാക്കത്തനുസരിച്ച് ദാനം ചെയ്യുക. അപ്പൊ ബുധനാഴ്ചയും പറയും, വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും ഒരു വലിയ ആവശ്യം ഉണ്ടായി, ഹജ്ജിന് കിട്ടി, പൈസ തേഞ്ഞില്ല, പൈസ കൊടുത്ത ആള് പോയി, എനിക്ക് 5 മാസം ആകുമ്പോൾ തരണ്ട് പറഞ്ഞിരുന്നു, പൈസ കിട്ടിയില്ല, പോനെ കാണാനുമില്ല, അങ്ങനെയൊക്കെ ആവശ്യങ്ങൾ, അല്ലെങ്കിൽ എന്തോ കടന്ന് ബുദ്ധിമുട്ട്, അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. അവന് ബുധൻ വ്യാഴം വെള്ളി നോമ്പ് വിൽക്കുക, വെള്ളിയാഴ്ച അതിരാവിലെ പള്ളി പുറപ്പെടുക, പള്ളി കയറുക, എന്നിട്ട് എന്ത് ചെയ്യുക? ആ പോകുന്ന വഴിയിലും ജുമുഅ സ്ഥലത്തും പെട്ട ഫക്കീർ മിസ്കിന്മാർക്ക് നിന്റെ ത്വാക്കത്തനുസരിച്ച് നീ ദാനം ചെയ്യുക. പിന്നെ ഇങ്ങനെ ജുമുഅ നിസ്കാരം കഴിഞ്ഞാൽ അവൻ ഇങ്ങനെ ദുആ ചെയ്യുക, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം الذي عنت له الوجوه وخشعت له الأصوات ووجلت القلوب من خشيته أن تصلي على سيدنا محمد وعلى آله وأن تعطيني حاجتي. ഇത് പച്ച മലയാളത്തിൽ ആവശ്യം പറയാ, ആവശ്യം നിർവഹിക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ആവശ്യം നിർവഹിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്ക് വെള്ളിയാഴ്ച അവർക്ക് ഉദറല്ലേ, അവർ മഅദൂരിങ്ങളല്ലേ, അവർ വെള്ളിയാഴ്ച ഈ അമലെല്ലാം വെള്ളിയാഴ്ച അടക്കം നോമ്പ് വിൽക്കുക. വെള്ളിയാഴ്ച ളുഹ്റിന്റെ വഖത്തിൽ, ഞാൻ പറയാൻ മറന്നുപോയതാണ് മോനെ, ഓർമ്മിപ്പിച്ച നന്നായി. അൽഹംദുലില്ലാഹ് അല്ലാഹു തആല പൂർത്തി തരട്ടെ, നമുക്ക് എല്ലാവർക്കും അല്ലാഹു തആല പൂർത്തി തരട്ടെ. പെണ്ണുങ്ങള് ളുഹ്ർ നിസ്കരിക്കുക, അവിടെ തന്നെ ഇരിക്കുക. ആണുങ്ങളുടെ ജുമുഅക്ക് പകരമാണ് പെണ്ണുങ്ങൾക്ക് എന്ത്? ജുമുഅ നിസ്കാരം, ളുഹ്ർ നിസ്കാരം. ആ ളുഹ്ർ നിസ്കരിച്ച് അവിടെ തന്നെ ഇരിക്കുക. എന്നിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിസ്മിക ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലദീ അനത് ലഹുൽ വുജൂഹു വഖശഅത് ലഹുൽ അസ്വാതു വവജിലത്തിൽ ഖുലൂബു മിൻ ഖശിയതിഹി അൻ തുസല്ലിയ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅൻ തുഅതിയനി ഹാജതി. ഹാജത്താണ് പറയാ. വകാന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയാറുണ്ടായിരുന്നു, ഒരു ദുആ, ഈ ദുആനെ പറ്റി പറയാറുണ്ടായിരുന്നു, ലാ തുഅല്ലിമുഹാ സുഫഹാക്കും, നിങ്ങളെ വിഡ്ഢികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കരുത്. ഫയദഉ ബഅദുഹും അലാ ബഅദിൻ, അവർ തമ്മിൽ എതിരായി ദ്വാരക്കുമല്ലോ. മനസ്സിലായില്ല? അതായത് ഈ ദുആക്ക് സഡൻ ആക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഒരു ഷർത്താണ്, കുറ്റം കൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല. എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ്, കുറ്റം കൊണ്ട് ദുആ ചെയ്യരുത്. കുറ്റം കൊണ്ട് ദുആ ചെയ്യണമെങ്കിൽ തിരിച്ചടിക്കും, അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. കുറ്റം കൊണ്ട് ദുആ ചെയ്യരുത്. കുറ്റം കൊണ്ട് ദുആ ചെയ്യാവുന്ന സന്ദർഭങ്ങളുണ്ട്, അതുണ്ട്.
ഇതിലല്ല, ഇതല്ല, അതിന് വേറെ ദുആ ഉണ്ട്. കുറ്റം കൊണ്ട് ദുആ ചെയ്യാന്നാൽ എങ്ങനെ? കുറ്റല്ല, കുടുങ്ങുക, കുടുങ്ങിപ്പോയി, പെട്ടുപോയി, ഒരു നിർവാഹമില്ല. ആ വ്യക്തി അത്രയും ഉപദ്രവകാരി, അതിന് വേറെ ദുആ ഉണ്ട്. അപ്പോൾ ആ ഉപദ്രവം തീരുന്ന അളവിൽ അയാൾക്കെതിരെ ദുആ ചെയ്യുക, ആ അളവിൽ മാത്രം. അല്ലാഹു തആല നമ്മളെ കാത്ത് രക്ഷിക്കട്ടെ. മനസ്സിലായില്ലേ? ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എതിരായി ദുആ ചെയ്യരുത്, തിരിച്ചടിക്കും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. وأن من قرأ بسم الله الرحمن الرحيم 50 مرة في وجه الظالم أذله الله. ഒരു അക്രമിയുടെ മുന്നിൽ ഇരുന്നിട്ട് 50 ബിസ്മി നിനക്ക് ചെല്ലാൻ കഴിഞ്ഞാൽ അവൻ താഴേക്കണ്ട് വരും. അപ്പൊ എങ്ങനെയാണ് ചെല്ലല്? മനസ്സിൽ ചെല്ലുക. ഇപ്പൊ ഞങ്ങളുടെ മുന്നിൽ നിന്ന് 10 ബിസ്മില്ലേ, ഇപ്പൊ 10 ബിസ്മി. ഇപ്പൊ ഞാൻ കുറച്ചു നേരം ഉണ്ടായിരുന്നില്ലേ, ബിസ്മില്ലായിരുന്നു. 10 ബിസ്മി നിങ്ങൾ തകരാൻ വേണ്ടിയല്ല. ചില ആളുകൾ അവർ ഒതുങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. അവൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് എന്ത് ചെയ്യുക? അവരൊന്നും ഒതുങ്ങിത്തരാതെ നമുക്ക് അവനെതിരാകല്ലത്. അവൻ നമ്മൾ ജീവിക്കാൻ സമ്മതിക്കണില്ല. അവൻ ആരാണ്? അവന് പേരെന്ത് ഇവിടെ കൊടുത്ത്? വാല്യം. അവൻ ആരാണ്? അക്രമിയാണ്. ജീവിക്കാൻ സമ്മതിക്കൂല. ജീവിക്കാൻ സമ്മതിക്കണ ഒരാളെ പറ്റി അങ്ങനെ ചെയ്യാൻ പാടില്ല. അവൻ നമ്മൾ ജീവിക്കാൻ സമ്മതിക്കണില്ല. അവൻ നീ അവന്റെ മുന്നിൽ ഇരിക്കുക. അഞ്ചോട്ടായി. من قرأ بسم الله الرحمن الرحيم 50 مرة في وجه ظالم. ഒരു അക്രമിയുടെ മുന്നിൽ അഭിമുഖമായിരുന്ന് ഒരാൾ എന്ത് ചെയ്യുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എത്ര വട്ടം? 50. ഉറങ്ങല്ലേ? ശ്രദ്ധിക്ക്. ചെല്ലിയാൽ അതല്ല ഓൻ മരിക്കുന്നല്ല, ഓന് എതിരല്ലത്. ഓനൊന്ന് താഴ് നിൽക്കും, ആയിക്കോട്ടെ എന്നോ പറയും. ഓനെ കൊല്ലാൻ വേണ്ടിയല്ല, ഓനല്ലാഹു അവിടെ താഴ്ത്തും. നിന്റെ വാക്കവിടെ മേലെയാവും. നീ പറഞ്ഞത് അവൻ അനുസരിക്കേണ്ടി വരും. അതാണ് പറഞ്ഞത്. പറഞ്ഞിക്കോളി, അതിനേക്കാൾ അത്ഭുതത പറയാണ്. وأن من قرأها 21 مرة أمنه الله في تلك الليلة من الشيطان الرجيم ومن السرقة ومن فجأة الموت ويدفع عنه كل البلاء. കട്ടിലിരിക്കുക, 21 വട്ടം ബിസ്മില്ല. ഞാൻ ഇന്നലെ ചൊല്ലിയിട്ടുണ്ട്. കട്ടിലിരിക്കുക. നീ അനക്ക് ഉറങ്ങണതിന് മുമ്പ് പറയേ 21 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലുക കട്ടിലിരുന്നിട്ട്. എന്നാൽ അല്ലാഹു തആല നിന്നെ സംരക്ഷിക്കും. തിൽക്കൽ ലൈല, ആ രാത്രി. മിനശ് ശൈത്വാനിർ റജീം, റജീമായ ആട്ടപ്പെടുന്ന പിശാചിനെ തൊട്ട് സംരക്ഷിക്കും. ഒമിനസ് സരിഖത്തി, കള്ളന്മാരിൽ നിന്നും. ഒമിൻ ഫുജിഅത്തിൽ മൗത്തി, പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും. അൻഹുൽ ബലാ, ആ രാത്രിയിലെ എല്ലാ ബലാവും മുസീബത്തും അള്ളാഹു നീക്കി തരും. ഇജ് കടന്നുറങ്ങിക്കോ. പക്ഷേ അള്ളാഹിന്റെ നാമമായ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എത്ര വട്ടം ചൊല്ലി? 21 വട്ടം ചൊല്ലി. ഇജ് ഉറങ്ങിക്കോ, ബാക്കി അള്ളാഹ് നോക്കിക്കോളും. ദായിമാക്കുന്നവർക്ക് കൈപ്പൊക്കാം, ദായിമാക്കുന്നവർക്ക് കൈപ്പൊക്കാം. ഇതൊക്കെ ഉണ്ടായിരുന്നടോ പഴയ കാലത്ത്. കൂപ്പക്ക് മരമട്ടാൻ പോകും ബാപ്പാര്. ഉമ്മയും കുട്ടികളും നട്ടപ്പാതിരക്ക് കടന്നുറങ്ങും. എന്തില് ചുമരി എന്നുള്ളത് എന്താ? ഓലത്തടുക്ക്. സത്യല്ലേ? ഇന്നത്തെ ചുമരാ കാലത്തുണ്ടോ? ഏതത്തിനും സത്യല്ലേ? പച്ചോല. അതേ മടി, ചീന്താതെ മടി, അതാ ചുമര്. അതിന് പിന്നെ അതിൻ്റെ ഒരു വാതിൽ, അതിൻ്റെ അടിയിൽ 2 മുളയും വെക്കും. ഇങ്ങനെ ഈ തള്ളയും, ഈ തള്ളയല്ല, 20-22 വയസ്സായ ഭാര്യക്കാരത്തി, 3-4 കുട്ടികളും
ഉപ്പിലേക്ക് മരമട്ടാൻ പോകും. അന്നും നാളെയും പിറ്റേന്നും വരൂല. നീ പെണ്ണിനെ ആരെയും പാളി വെക്കൂല. എന്തേ? അള്ളാനെ മലക്കളുടെ കാവല് വിവരറിയും. അള്ളാഹ് സംരക്ഷിച്ചു ഈ അടിമയെ. എന്തുകൊണ്ട്? ആ ജാതി ബർക്കത്തൊരുക്കുണ്ട്. ആ പൊരയൊക്കെ അവളെ അവൾക്കൊരു അമല് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവളെ പുറഞ്ഞേച്ച അമ്മക്കുണ്ട്. അമ്മ ഇവിടുന്ന് പുതിയ ഇറങ്ങിയ നേരത്തെ ഉമ്മ ദ്വാരുന്നിട്ടുണ്ട്, എൻ്റെ കുട്ടിക്ക് ആ പോയിട്ടൊരു പ്രശ്നം ഉണ്ടാകരുത് പഠിച്ചോനെന്ന്. ആ അമ്മാൻ്റെ നാവ് അല്ലാഹു തആല പറയടാ സ്വീകരിക്കും. എന്നിട്ട് എത്ര വട്ടം? 21 വട്ടം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയ പിന്നെ ഫലക്കുനാസോദിക്കും കടന്നു. അല്ലാഹു തആല അല്ലാഹു അവനെ സംരക്ഷിക്കുന്നതാണ്. ഫീ തിൽക്കൽ ലൈല, ആ രാത്രിയിൽ, മിനശ് ശൈത്വാനിർ റജീം, പിശാചിനെ തൊട്ടും, മിനസ് സരിഖാ, മോഷ്ടാക്കളെ തൊട്ടും, വമിൻ ഫുജഅത്തിൽ മൗതി, പെട്ടെന്നുള്ള മരണത്തെ തൊട്ടും, പിന്നെയോ വയദ്ഫഉൻഹുൽ ബലാ, ആ രാത്രി വരുന്ന എല്ലാ ബലാഇനെ തൊട്ടും സംരക്ഷിക്കുന്നതാണ്. ഉറങ്ങാൻ ദൈമാക്കുന്നവർക്കൊക്കെ കൈപൊക്കി ഒന്നും കൂടെ ദൈമാക്കുന്നവര് മനസ്സിലായില്ലേ? എല്ലാ രാത്രി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എത്ര വട്ടം? 21 വട്ടം. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് അലൻ നബി സല്ലല്ലാഹു. ഇദാ ജലസ്തും മജ്ലിസൻ, നിങ്ങളൊരു മജ്ലിസിൽ ഇരുന്നാൽ, ഔ ഖുംതും മിൻഹു, അല്ലെങ്കിൽ നിങ്ങൾ അവിടുന്ന് എണീറ്റാൽ, ഫഖൂലു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. ഇരിക്കുമ്പോൾ ബിസ്മില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ. ഇന്നല്ലാഹ യുവക്കിലു മലക്കൻ, അപ്പോൾ അതൊരു മലക്കിനെ ആ മജ്ലിസിലേക്ക് പറഞ്ഞേക്കും. യംനഉക്കും മിൻ ഗീബത്തിൻ നാസി, ഗീബത്ത് പറയാൻ ആ മലക്കുകൾ അമ്മയ്ക്കൂല. ഒരു മജ്ലിസിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ എന്തില്ല? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഫഇന്നല്ലാഹ യുവക്കിലു മലക്കൻ, അപ്പോൾ അല്ലാഹു ഒരു മലക്കിനെ അവിടെ ഏൽപ്പിക്കും ആ മജ്ലിസിൽ. ഫഇന്നൽ മലക യംനഉക്കും മിൻ ഗീബത്തിൻ നാസി, ആ മജ്ലിസിൽ പിന്നെ എന്ത് നടക്കൂല? ഗീബത്ത് നടക്കൂല. ആ മലക്ക് തടയും, മിണ്ടണ്ട. ഒരാൾ എന്തോ പറയാൻ തുടങ്ങിയപ്പോഴത്തേന് വേറെ ആൾ എന്തോ ഒരു വിഷയം കൊണ്ട് പറഞ്ഞു വന്നു. അപ്പോൾ മുടങ്ങി, ആരെയും മുടക്കി, എന്തോ ഒരു വിപത്ത് തുടങ്ങിയത് അതുണ്ടായില്ല, അത് കേട്ടില്ല, അത് പറഞ്ഞില്ല, അത് വിപത്തിരുന്നു പറയാൻ ആരും സമ്മതിച്ചില്ല. എനിക്ക് സമ്മതിച്ചില്ല. അല്ലാഹു തൗഫീഖ് തരട്ടെ.